മാറ്റം എന്ന മുദ്രാവാക്യമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മാറാത്തത് മാറും എന്ന് കേരളം മുഴുവൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പത്രങ്ങളിലൊക്കെ LDFും UDFും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ടുണ്ട്. പരസ്യമൊക്കെ കൊള്ളാൻ നല്ലതാണ്, സിനിമ തീമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേരളം എന്ന് പറയുന്നത് മാറ്റം എന്നത് ആഗ്രഹിച്ചാൽ ഇപ്പോൾ LDFിൻ്റെ ഭരണകാലത്താണ് മാറ്റം ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ UDFിനെ തിരഞ്ഞെടുക്കും, UDFിൻ്റെ കാലത്താണ് മാറ്റം ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ LDFിനെ തിരഞ്ഞെടുക്കും. അപ്പം മാറാത്തത് മാറും എന്ന് പറയുമ്പോൾ അതിന് മാറ്റാനുള്ള ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കണമല്ലോ. അതിപ്പോൾ തൽക്കാലം എന്തായാലും ഈ 2026 BJPയെ സംബന്ധിച്ചില്ലല്ലോ. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടി വോട്ട് പിടിച്ചാൽ അത് രണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ നേരെ പകുതിയായിട്ട് സ്പ്ലിറ്റ് ആയില്ലെങ്കിലും ഒരു പരിധിവരെ സ്പ്ലിറ്റ് ആയി പോവില്ലേ? അങ്ങനെ LDF ജയിക്കാനുള്ള സാധ്യതയുണ്ടോ ശശി പത്മനാഭൻ? ആ ചോദ്യത്തിന് ഞാൻ മെയ് മാസം 4-ാം തീയതി ഉത്തരം തരാം, കാത്തിരിക്കൂ. ഇവിടെ അരുൺകുമാർ കുറെ തമാശ പറഞ്ഞു. പവർ കട്ട് ഇല്ലാത്ത കേരളം. അരുൺകുമാറെ, ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം, കാര്യമായ പവർ കട്ട് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കൂടംകുളത്തിനാണ്. ഓർമ്മയുണ്ടോ? കൂടംകുളം ആണവ നിലയത്തിൻ്റെ വൈദ്യുതി നിലയത്തിൻ്റെ ഊർജ്ജ നിലയത്തിൻ്റെ നിർമ്മാണം നടക്കുമ്പോഴേ കേരളത്തിൽ നിന്ന് ഒരാൾ കാറും വിളിച്ച് സമരം ചെയ്യാൻ പോയിരുന്നു. അങ്ങോരെ പേരെന്താ അറിയോ? ചിലപ്പോൾ താങ്കൾക്ക് അറിയും. VS അച്യുതാനന്ദൻ. കേരളത്തിൽ നിന്നും കാറും വിളിച്ച് തടയാൻ പോയതാ കൂടംകുളം. ഇന്ന് കേരളത്തിന് ഒരു വർഷം 266 മെഗാവാട്ട് വൈദ്യുതി കൂടംകുളത്തിന് വരുന്നുണ്ട്. എത്ര? 266 മെഗാവാട്ട്. അച്യുതാനന്ദൻ്റെ സമരം വിജയിച്ചിരുന്നെങ്കിൽ കൂടംകുളം പദ്ധതി നിർത്തിവെച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ പവർ കട്ട് ഉണ്ടാവുമായിരുന്നു. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. പണ്ട് ട്രാക്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ട്രാക്ടറിൻ്റെ ആളായി. പണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തു, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആളായി. ജയിലിനെയും നാഷണൽ ഹൈവേനെയും നെടുമ്പാശ്ശേരി എയർപോർട്ടിനെ എതിർത്തു, 20 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ആളായി. കൂടംകുളത്തെ സമരം ചെയ്യാൻ കാറും വിളിച്ചു പോയി. ഇപ്പം പവർ കട്ടില്ല എന്ന് പറയുന്നു. അവിടുന്ന് വരുന്ന 266 മെഗാവാട്ടിൻ്റെ ഗുണ ഇത് നീ ദേവീത് ഇങ്ങനെ പറയരുത്. പിന്നെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ മേന്മ അമേരിക്കയെ കടത്തിവെട്ടിന്ന്. അതെയോ? ഞാൻ ഈ പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം വെക്കി. ഇനി മേലാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരാരും അസുഖം വന്നാൽ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോവില്ല, കേരളത്തിലെ ചികിത്സിക്കൂ എന്ന് പറ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ പൈസ വാങ്ങി കേന്ദ്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ആരാണ് ഈ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത്? കേരളത്തിലെ 20 MP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ MP നിർമ്മിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ. ചൈനയിൽ നിന്ന് ആൾ വന്നിട്ട് ഉണ്ടാക്കുന്നതല്ല കേന്ദ്ര സർക്കാർ. അത് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥയാണ്. ഇൻകം ടാക്സ് പിരിക്കാനുള്ള അവകാശം കേന്ദ്രത്തിന് കൊടുത്തത് അടൽ ബിഹാരി വാജ്പേയിയോ നരേന്ദ്രമോദിയോ അല്ല, ഭരണഘടനാ ശില്പികളാ. GST ഇനത്തിൽ ഇന്ന് ഒരു ഭാഗം വെക്കുന്നുണ്ടെങ്കിൽ അത് GST കൗൺസിലെ ഐക്യകണ്ഠേന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് ഈ നാട്ടിലെ വ്യവസ്ഥയാണ്. ഇവിടുത്തെ MP തിരഞ്ഞെടുക്കുന്നതാണ്, ഇവിടത്തെയും കൂടി MP പോയി തിരഞ്ഞെടുക്കുന്നതാ കേന്ദ്രം. പിന്നെ എന്ത് കൊടുത്തു എന്ന്? 1,33,000 കോടി രൂപയാണ് കേരളത്തിൽ മുദ്രാ ലോൺ ഇനത്തിൽ കൊടുത്തത്. 1,33,000 കോടി രൂപ 65,000 ആളുകൾക്ക് കേരളത്തിന് മുദ്രാ ലോൺ കൊടുത്തു ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ. ഇനി ഒരു ഗഡു കിസാൻ സമ്മാൻ നിധി വന്നാൽ കേരളത്തിലേക്ക് ഒഴുകുന്നത് 780 കോടിയാണ്, 780 crore. ഒരു വർഷം വരുന്നത് 2,300 കോടിയാണ്. ഇവിടെ അന്ത്യോദയ അന്ന യോജനയുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ അതിദരിദ്രരില്ലാന്ന്. 5,88,000 മഞ്ഞക്കാർഡുകാരുണ്ട്. നീതി ആയോഗിന്റെ കണക്കിൽ അവർക്ക് ഒരു മാസം 35 കിലോ അരി സൗജന്യമായി കേന്ദ്രം കൊടുക്കുന്നുണ്ട്. എത്ര? 5,88,000 മഞ്ഞക്കാർഡുകാർ. അവർ അതിദരിദ്രർ. അതുകൊണ്ടാണ് അന്ത്യോദയ അന്ന യോജന കൊടുക്കുന്നത്. 29 ലക്ഷം പിങ്ക് റോസ് കാർഡുകാരുണ്ട്. അവർക്ക് ആളൊന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 1 കിലോ പയർവർഗവും കൊടുക്കുന്നുണ്ട്. അതും കേന്ദ്രം കൊടുക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ 35 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കുന്നു. 35 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ്. കാരുണ്യ 30,000 രൂപയായിരുന്നു. 30,000 രൂപയും കൊണ്ട് ഒരു സ്വകാര്യ ആശുപത്രി പോയിട്ട് എന്തോ ചെയ്യാനാ? അത് 5 ലക്ഷമാക്കിയത് നരേന്ദ്രമോദിയാ. വയോവന്ദൻ ആയുഷ്മാൻ പദ്ധതി 70 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേകം 5 ലക്ഷം രൂപ. നടപ്പിലാക്കാത്ത സംസ്ഥാന കേരളം, നടപ്പിലാക്കാത്ത സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ മനസ്സിലാക്കണം. 8 ലക്ഷം അമ്മമാർക്കാണ് മാതൃവന്ദനം പദ്ധതി പ്രകാരം പ്രസവാനുകൂല്യം കൊടുത്ത്. ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്നതാ. ഇത് ഇവിടുന്ന് പിരിപ്പിച്ചു കൊണ്ടുവന്ന പൈസയ്ക്ക് പകരം കൊടുക്കുന്നതാ. ഇതൊന്നും അവിടെ പണ്ട് UPA സർക്കാരിന്റെ കാലത്ത് 4 കൊല്ലം നിങ്ങൾ താങ്ങിയപ്പോ എത്ര ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്? 12 ലക്ഷം കോടി രൂപയുടെ. എന്ത് കിട്ടി കേരളത്തിന്? ഇന്ന് 40 തീവണ്ടിയാണ് കിട്ടിയത്. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് 40 തീവണ്ടി കേരളത്തിന്. ഈ UPA ഭരിച്ചപ്പോൾ കിട്ടിയത് 3 എണ്ണ.
3 മനസ്സിലാക്കണം. നിങ്ങൾ സഹായിച്ചു കൊടുത്ത സമയത്ത് അന്ന് 9 മന്ത്രിമാരുണ്ടായിരുന്നു, 29 MP-മാരും പിന്തുണച്ചു. പക്ഷേ കേരളത്തിന് ഒന്നും കിട്ടിയില്ല. ഇന്ന് 1 MP-യേ ഉള്ളൂ. പക്ഷേ കേരളത്തിന് ഈ ചരിത്രത്തിലില്ലാത്ത നേട്ടമാണ്, പ്രത്യേകിച്ച് റെയിൽവേ മേഖലയിൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം.